إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء ثلاث عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മകനോ അല്ലെങ്കിൽ മകളോ എല്ലാ ദിവസവും രാത്രി നമ്മളെല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവരും കിടന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നമ്മളെല്ലാവരും ഉറക്കം പിടിച്ചതിന് ശേഷം ആ കുട്ടികൾ ആരും അറിയാത്തൊരു രഹസ്യവാതിലിലൂടെ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഒരു അങ്ങാടിയിലെത്തി അവിടെയുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ഗാങ്ങുമായി കൂട്ടുകൂടി രാത്രി മുഴുവൻ അവരവരോടൊപ്പം അഭിരമിക്കുകയും മദ്യവും അതുപോലെയുള്ള ലഹരി സാധനങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അങ്ങനെയുള്ള എല്ലാ അനാശാസ്യങ്ങളിലും പുലർച്ചെ വരെ മുഖരിതരാവുകയും പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുകയും പരസ്പരം തീയുമായി അടികൂടുകയും ഒക്കെ ചെയ്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പേ അവരതേപോലെ തന്നെ ആ രഹസ്യവാതിലിലൂടെ തിരിച്ചു വന്ന് ആ കിടക്കയിൽ കിടക്കുകയും രാവിലെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അവര് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിതൊന്നും അറിയുന്നില്ല. എന്നാൽ രാത്രി ഇവർ പുറത്തു പോയിട്ടുണ്ട്. പുറത്തു പോയിട്ട് അവർ പുലർച്ചെ വരിക. ഇതൊരു ദിവസമല്ല, എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിലോ? അഥവാ അവരുടെ ഒരു ലോകത്തും നമ്മൾ നമ്മുടെ ഒരു ലോകത്തും. ഇതിനാണ് സമാന്തര ലോകം എന്ന് പറയാം, പാരലൽ വേൾഡ് എന്ന് പറയും. അതായത് ഇവിടെ വീട്ടിൽ രക്ഷിതാക്കൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് അവരറിയുന്നില്ല. അവരെന്തിലാണ് മുഖരിതമായി കൊണ്ടിരിക്കുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ അവരിവിടെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അവരുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ അവരുടെ അവസ്ഥ അറിയാതെ അവരോട് പെരുമാറുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയും. ഒരുപക്ഷെ രഹസ്യവാതിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ അതിലും മാരകമായ പ്രഹരശേഷിയുള്ള ഒരു വസ്തുവായി ഇന്ന് ഇന്റർനെറ്റും
ആ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള മൊബൈൽ ഫോണും മാറിയിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ രാത്രി എല്ലാവരും ഉറങ്ങിയാലും പുതപ്പിനുള്ളിൽ നിന്ന് ലൈറ്റുകൾ പലപ്പോഴും ഓഫാകാറില്ല. ആ പുതപ്പിനുള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് അവർ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 ഇന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ലോകത്ത് ആഗോള കണക്ക്. അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ദിവസം ശരാശരി 4 മുതൽ 6 മണിക്കൂർ വരെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇന്ന് സ്ക്രീൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കണക്ക്. അത് കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളിൽ 90% ഇന്ന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള കുട്ടികളാണ്, അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. 8ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ അഥവാ UP ക്ലാസ്, ഒന്നുകൂടി ഇങ്ങോട്ട് വന്നാൽ LP ക്ലാസ് വരെ ആ പ്രായത്തിലുള്ള കുട്ടികളിൽ 30% മുതൽ 40% വരെ ഈ പറഞ്ഞ സൈബർ അശ്ലീലത്തിന് അടിമകളാകുന്നു എന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു കണക്ക്. അഥവാ ആഗോള കണക്ക് തലത്തിൽ വെച്ച് നോക്കുമ്പോൾ കേരളം ഇന്റർനെറ്റിന്റെ യൂസേജിൽ മുന്നിലാണ്. കഴിഞ്ഞ കോവിഡിന് ശേഷം അത് ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട്, ത്വരിതഗതിയിൽ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത വിധം കുട്ടികൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചർച്ചയാണ്, ഒരു പോലീസ് ഇതുപോലെയുള്ള യൂട്യൂബിൽ ഇത്തരം പ്രായക്കാരെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. അദ്ദേഹത്തെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി തൊപ്പി എന്ന പേരിലാണ് പലപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആളുകൾ പതിച്ചു കൊടുത്ത ഒരു പേരാണത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഈ നിയമ നടപടിക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാർ പറയുന്നത് 12.9 മില്യൺ ആണ് അദ്ദേഹത്തിന്റെ ഒരു ചാനലിന്റെ പ്രേക്ഷകർ എന്നതാണ്. ഈ ചാനലിൽ ഇത്രയും ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആരാണത്? ആ ലോകത്താരാണ് വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്? അഥവാ കേരളത്തിലെ ഒട്ടുമിക്ക ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് അദ്ദേഹത്തിന്റെ ശ്രോതാക്കളായി, പ്രേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായിരുന്നാലും വൈകിയാണെങ്കിലും അത് പൂട്ടിക്കെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ അധികാരികൾ കടന്നു വന്നു എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ആ പ്രശ്നം അവസാനിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഈ വാർത്തകൾ നമ്മൾ വായിച്ചു തള്ളിയാൽ മാത്രം പോരാ. ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരാത്മവിചിന്തനത്തിന് വിധേയരാവുകയും ഇതുപോലെയുള്ള സമാന്തര ലോകത്തെ, പാരലൽ വേൾഡിന് എതിരെ നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ സന്ദർഭം. അതിലെല്ലാവർക്കും ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനമായി രക്ഷിതാക്കൾ തന്നെയാണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. രക്ഷിതാക്കൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ശ്രോതാക്കളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടോ എന്ന ഒരു പരിശോധന നമ്മൾ നടത്തുക എന്നത് പ്രധാനമാണ്. നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിളിച്ചു കൂട്ടിയിരുത്തിയിട്ട് ഈ കുട്ടിയുടെ ഈ ചെറുപ്പക്കാരന്റെ ഫോട്ടോ നിങ്ങൾ കാണിച്ചു കൊടുത്തു, ഇവനെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അറിയും നിങ്ങളെ കുട്ടികൾ എത്രത്തോളം അത് കാണുന്നുണ്ട്. അധ്യാപകർക്കും അത് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ അറിയാം ഇതെത്ര ഗ്രാവിറ്റിയോടുകൂടി നമ്മുടെ കുട്ടികളിൽ ഇത്തരം ആളുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരം വിഷയം ആദ്യം രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കി, എന്റെ ഉപ്പ ഇതറിഞ്ഞു, ഉമ്മ ഇതറിഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ തന്നെ അതൊരു വലിയ പരിഹാരമാണ്. ഇപ്പോഴുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇത് ആർക്കും അറിയില്ല. ഞാനിത് കാണുന്നത് എന്റെ രക്ഷിതാവിന് അറിയില്ല, ഉമ്മാക്ക് അറിയില്ല, അങ്ങനെ വ്യക്തിയുള്ളത് അറിയില്ല. കാരണം ഇവൻ വളാഞ്ചേരിയിൽ വന്നുകൊണ്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വരുമ്പോഴാണ് പൊതുസമൂഹം ഇത് ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു വലിയ നോട്ടീസുകളും ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ അതാ 6ലും 5ലും 7ലും 8ലും 9ലും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ അവരുടെ മൊബൈൽ ഫോണുകളുമായി
ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നുകൊണ്ട് നിലയുറപ്പിക്കണം, സ്കൂളും ക്ലാസ്സും ഒക്കെ കട്ട് ചെയ്ത്. അപ്പോഴാണ് ഇത്രയും കുട്ടികൾ എന്തുകൊണ്ട് ഇവൻ വരുന്നിടത്ത് വരുന്നു, ഈ പച്ചത്തെറി മാത്രം വിളിച്ചു പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫാനാകാൻ ഇത്രമാത്രം കുട്ടികൾ എന്തുകൊണ്ട് വരുന്നുവെന്ന് പൊതുസമൂഹം ശ്രദ്ധിച്ചത് അപ്പോഴാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവൻ അവന്റെ ചാനലിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു അനുയായി വൃന്ദമാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് അന്ന് മുതൽ പൊതുസമൂഹം ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ അധികാരികൾക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നത് വേറെ നമ്മൾ അവലോകനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതായിരുന്നാൽ ഇപ്പോൾ അതിലേക്ക് കടന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന ഒരു പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകണം. രാത്രി കാലങ്ങളിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥ തെളിവുകൾ കാണിച്ചുകൊണ്ട് തന്നെ അവരെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി ഡിജിറ്റൽ ലോകത്തെ ഇത്തരം ഒരു പാരാസോഷ്യൽ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ കുട്ടികളാണ് എങ്കിൽ അവരോട് ശാഠ്യം പിടിക്കാതെ കൃത്യമായ കൗൺസിലിങ്ങിലൂടെ, ചികിത്സയിലൂടെ അവരെ ആ ഒരു ഡിജിറ്റൽ പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള വിവേകപൂർണമായ ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാതെ ഇന്ന് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായി ബഹളമായി ഫോണെടുത്ത് എറിഞ്ഞ് അങ്ങനെ രണ്ടും രണ്ട് വഴിക്ക് പോവുക എന്നുള്ളതല്ല. കുട്ടി എവിടെ നിൽക്കുന്നു, ഇത് എത്രത്തോളം കുട്ടിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത് വളരെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രദ്ധയിലേക്ക് രക്ഷിതാക്കൾ വരേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതിനാദ്യം വേണ്ടത് രക്ഷിതാക്കളുടെ മനോഭാവത്തിൽ മാറ്റം വരിക എന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഉള്ളിൽ നിന്ന് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ സംസാരം? ഓരോ നിങ്ങൾ പറയണമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാറ്റില്ല. ഇത് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കാണലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കാലല്ലോ, നമ്മൾ ജീവിച്ച കാലല്ലല്ലോ, അത് കുട്ടികളുടെ കാലമാണ്, പുതിയ കാലമാണ്, ഇന്റർനെറ്റിന്റെ കാലമാണ്. അത് ഒഴിവാക്കാനും നിരോധിക്കാനും ഇപ്പൊ നമുക്ക് കഴിയില്ല. അവര് പഠിക്കുന്ന ഭാഗമായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളോട് പറയുന്നത്. ഈ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ഒരു തീർപ്പിൽ ചില രക്ഷിതാക്കളെങ്കിലും എത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. ഈ മനോഭാവമാണ് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്. ഒരു വിശ്വാസിയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മക്കൾ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കാൻ ഒരു രക്ഷിതാവിന്റെ ആവശ്യമില്ല. ഒരു വാപ്പയും രക്ഷിതാവും തമ്മിൽ വ്യത്യാസമുണ്ട്. വാപ്പയാകണമെങ്കിൽ ഒരു കുട്ടി ഉണ്ടായാൽ മതി, ആ കുട്ടിന്റെ വാപ്പയാവും. പക്ഷേ രക്ഷിതാവാകണമെങ്കിൽ ആ കുട്ടിയെ നേർവഴിക്ക് നയിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിതാക്കളാകുന്നത്, നമ്മൾ പാരന്റ് ആകുന്നത്. അല്ലെങ്കിൽ വാപ്പ മാത്രമാണ്, നമ്മൾ പാരന്റ് ആവണം, നമ്മൾ രക്ഷിതാവായി മാറണം. രക്ഷിതാവാണെങ്കിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന എന്താ? നിങ്ങൾ അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കണം, നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ അവരെ ചികിത്സിക്കണം, നിങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം, അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കണം. അതൊക്കെ ഒരു രക്ഷിതാവ് നിർവഹിക്കേണ്ടതാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഗൗരവമുള്ള കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് അസുഖം വരുമ്പോൾ നമ്മൾ അവരെ ചികിത്സിക്കുന്നത്? എന്റെ കുട്ടിക്ക് ഈ അസുഖം വർദ്ധിച്ചുകൂടാ, അവരെന്റെ മുമ്പിൽ കിടന്ന് പെടയുന്നത് എനിക്ക് കണ്ടുകൂടാ. അതുകൊണ്ടാണ് എത്രയും വേഗം ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അവനൊരു നേരം പോലും വിശക്കാൻ കഴിയില്ല, അവന്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടില്ലെങ്കിലും ആ കുട്ടിക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ അറിയിക്കാതെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഉടുത്തില്ലെങ്കിലും എന്റെ മകൻ പെരുന്നാളിന് ഒരു ഡ്രസ്സില്ലാതെ കരയാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ, വാപ്പമാര് അവരുടെ പ്രയാസങ്ങൾ കടിച്ചമർത്തി കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും. കുട്ടി കരയരുത്, കുട്ടി വിഷമിക്കരുത്, അവൻ പ്രയാസപ്പെടരുത്. ചില രക്ഷിതാക്കൾ പറയും, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അടങ്ങാറായതാണ്, അധ്വാനിച്ചതാണ്, ബുദ്ധിമുട്ടിയതാണ്, എന്റെ മകനത് വിഷമം വരാൻ പാടില്ല. ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിലും എന്റെ കുട്ടികൾക്ക് വിഷമം വരാൻ പാടില്ല. ഈ തീരുമാനമെടുത്ത രക്ഷിതാക്കളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, അത് ദുനിയാവിൽ മതിയോ? ദുനിയാവിൽ മതിയോ? ഈ കുട്ടി മരണപ്പെട്ടു പോയ ശേഷം നാളെ പരലോകത്ത് ആ ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് നമ്മുടെ കുടുംബവും മക്കളും പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് വേദന വേണ്ടേ? എന്താ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തിന്റെ നഫ്സിനെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാക്കണം. കാരണം വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് കല്ലിനെയാണ്. വഅലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ കാവൽക്കാരാരാ? ആ മലക്കുകൾ ഗിലാദും ശിദാദുമാണ്, കഠിനന്മാരാണ്.
അവർ പരുക്കന്മാരാണ്. അള്ളാഹ് എന്താണ് അവരോട് പറഞ്ഞത് അതവർ കേൾക്കും, അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര കാലം കഴിഞ്ഞാലും ഒരു ദയ ഉണ്ടാവില്ല. ജയിലിലൊക്കെ ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജയിൽ വാർഡന്മാരും പുള്ളികളും തമ്മിൽ എന്ത് ചെയ്യും, ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റും. മനുഷ്യന്മാരാണ്, ദിവസം കാണുമ്പോൾ എന്ത് ചെയ്യും, അതങ്ങനെയാണ്. പക്ഷെ നരകത്തിൽ പോകുന്ന ആളുകൾക്ക് കാവൽ നിൽക്കുന്ന മലക്കുകളുടെ സ്വഭാവം എന്താ പറയുക, ഇല്ലാതും ശിതാതുമാണ്. ആ കഠിനന്മാരായിരിക്കും, ഒരു ദയ ഉണ്ടാവില്ല. ഈ നരകത്തിൽ നിങ്ങളെ മക്കള് പോണത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ചെറുപ്പത്തിൽ ശീലിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം. അതെന്താ? അത് ഓരോ ഘട്ടത്തിലും കുട്ടികൾക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശം ഇസ്ലാം പറയുന്നുണ്ട്. മുറൂ ഔലാദക്കും ബിസ്സലാഹ് വഹും അബ്നാഉ സബ്ഇ സിനീൻ. 7 വയസ്സായാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടൊന്ന് നമസ്കരിച്ചില്ലെങ്കിൽ അവരൽപ്പം വേദനിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അടിക്കാം. എന്തിനാണ് അർത്ഥം? ഓരോ വയസ്സ് പറയാനുള്ള കാരണം എന്താ? ഓരോ വയസ്സിൽ കൊടുക്കേണ്ട ചില ഡോസ് നമ്മൾ പോളിയോ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, പോളിയോ മരുന്ന് കൊടുക്കാറുണ്ട്, തുള്ളി മരുന്ന് കൊടുക്കാറുണ്ട്, കുത്തിവെപ്പ് നടത്താറുണ്ട്. അതിന് സമയം നമ്മൾ ഒരിക്കലും മറക്കാതെ ചെയ്യാറുണ്ട്. എന്തേ കാരണം? എന്റെ കുട്ടിക്ക് പോളിയോ വന്നുകൂടാ, വസൂരി വന്നുകൂടാ, കോളറ വന്നുകൂടാ, അല്ലേ? എന്നാൽ അതിലേറെ ഗുരുതരമാണെന്ത്? ഈ കുട്ടിക്ക് ശരിയായ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അതിന് ചെറുപ്രായത്തിൽ അവനൊരു ഡോസ് കൊടുക്കേണ്ടതുണ്ട്, അവന് ശരിക്കുള്ള മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, അവന്റെ മനസ്സിന് അള്ളാഹിനെ പറ്റിയുള്ള ബോധം നൽകേണ്ടതുണ്ട്. അതിന് ഓരോ സമയമുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഇവിടെ ജനിക്കുന്നത്. പിന്നെ ആരാ അവരെ കേടുവരുത്തുന്നത്? ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവരെ പിന്നീട് യഹൂദിയാക്കുന്നതും നസറാണിയാക്കുന്നതും മജൂസിയാക്കുന്നതും ഒക്കെ അവരുടെ മാതാപിതാക്കളാകുന്നുവെന്നാണ്. ശുദ്ധ പ്രകൃതിയിലാണ് എന്ത് ഓരോ കുട്ടി ഇവിടെ ജനിക്കുന്നത്. പിന്നെ മാതാപിതാക്കളും കുടുംബവും അവരുടെ സാഹചര്യങ്ങളും അവരുടെ തെർബിയത്തുമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ പല വിശ്വാസക്കാരും ആക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തമായിരിക്കാം രക്ഷിതാക്കൾക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഒരു വിശ്വാസികളാണെങ്കിൽ നമ്മൾ കുട്ടികളെ ശരിയായ മതബോധം അനുസരിച്ച് ചെറുപ്രായത്തിൽ പഠിപ്പിക്കണം. നിങ്ങൾ ഓരോ സമയത്തുള്ള നിർദ്ദേശം അവർക്ക് കൊടുക്കണം. ഞാൻ ഓതി വെച്ച ആയത്തിൽ പറയുന്ന തത്വം നോക്കി, അത് ഭയങ്കരമായ ഒരു ആശയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ലിയസ്തഇദിൻകും ലദീന മലകത് അയ്മാനുകും. ലിയസ്തഇദിൻകും, അനുവാദം ചോദിക്കട്ടെ അവർ. ആര്? അല്ലദീന മലകത് അയ്മാനുകും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ആളുകൾ. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പക്വതയെത്താത്ത നിങ്ങളെ കുട്ടികളും നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. എന്ത്? ഏത് സമയത്തൊക്കെ? സലാസു മറ, 3 പ്രാവശ്യം, 3 സന്ദർഭങ്ങളിൽ അവർ അനുവാദം ചോദിക്കട്ടെ. ശരിക്കും രക്ഷിതാക്കൾ നോട്ട് ചെയ്ത് വെക്കേണ്ട 3 സന്ദർഭമാണ്. ഒന്ന്, മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ. ഒന്ന്, നിങ്ങൾ സുബൈക്ക് എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയത്തുള്ള പ്രത്യേകത എന്താ? ആ സമയത്ത് ഒരു ഉറക്കത്തിന്റെ അവസാന സന്ദർഭമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഡ്രസ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ബെഡ്റൂമിലേക്ക് ഒരു കുട്ടി വരാൻ പാടില്ല. ആ സമയത്ത് അത് കുട്ടി കാണാൻ പാടില്ല. അതാണ് ഒന്നൊരു കാര്യം. രണ്ടാമത്തെ സമയത, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ അല്പം അയച്ചിട്ട് ഉച്ചക്ക് ആ ചൂടുള്ള സമയത്ത് നിങ്ങളൊന്ന് മയങ്ങാൻ കിടക്കുമല്ലോ, ബെഡ്റൂമിൽ മയങ്ങാൻ കിടക്കുന്ന സമയം. ആ സമയത്തും കുട്ടികൾ റൂമിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. മൂന്നാമത്തതോ, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയവും. ഈ 3 സന്ദർഭങ്ങൾ സലാസു ഔറാത്തിൻ ലക്കും, 3 ഗോപ്യ സമയങ്ങളാകുന്നു, സ്വകാര്യ സമയങ്ങളാകുന്നു. ഈ സമയത്ത് റൂമിലേക്ക് കുട്ടികൾ വരണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. അതെന്താണെന്നറിയോ? ഈ പ്രായത്തിലുള്ള കുട്ടികൾ കാണാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്, അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ആ സമയത്ത് അവർ കാണാൻ പാടില്ല. അതിന് ടൈം ആവുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതല്ലെങ്കിൽ തെറ്റായ അവസ്ഥയിലേക്ക് പോകും. ഇന്ന് നേരത്തെ പറഞ്ഞ ഈ സമാന്തര ലോകത്ത് നടക്കുന്ന പരിപാടി എന്താ? ഈ പറഞ്ഞ അതിരുകളൊക്കെ ഭേദിച്ചുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊക്കെ കാണുകയാണ്, കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേൾക്കുകയാണ്, പറയാൻ പാടില്ലാത്തതൊക്കെ പറയാണ്, വേറെ ലോകത്ത് അഭിരമിക്കാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ യൂട്യൂബിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന വ്യക്തികള് അവർക്ക് ഏറ്റവും വലിയ ശത്രു അവരുടെ രക്ഷിതാക്കളാണ്, അവരുടെ വാപ്പയാണ്, അവരുടെ ഉമ്മയാണ്, അവരുടെ കുടുംബമാണ്,
അവരുടെ മതമാണ്, അവർക്ക് സമൂഹത്തോടാണ് കലിപ്പ്. സ്വാഭാവികമായും ഇവരുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നമ്മുടെ മക്കളുടെ പളുങ്കു വസ്ത്രങ്ങളെ പോലെയുള്ള ആ ഹൃദയങ്ങളിലേക്ക്, ആ മനസ്സുകളിലേക്ക് ചൊരിയുന്ന വിഷത്തിന്റെ അംശം എത്രയാണ്? ഗാലൻ കണക്കിന് വിഷമാണ് നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾ എങ്ങനെ വാപ്പാനനുസരിക്കും? എങ്ങനെ ഉമ്മാനനുസരിക്കും? എങ്ങനെ അവർ നേരെ മര്യാദക്ക് പെരുമാറും? അവർ രക്ഷിതാക്കളുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കാൻ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അധ്യാപകരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പ്രിൻസിപ്പലുടെ റൂമിൽ വന്ന് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയാൻ അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇതൊന്നും വെറുതെ സംഭവിക്കണമല്ല. ഈ ജാതി ആളുകളുടെ പ്രേക്ഷകരായിട്ടാണ് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം അറിയും? അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം വിഷയം എടുക്കണം. ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവ്വൻ ലക്കും, നിശ്ചയമായി നിങ്ങളെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. ഫഹദറൂഹും, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചതുകൊണ്ട് എന്നാണ്. ഇത് ശത്രുവാകാൻ വളരെ എളുപ്പമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കുട്ടിയായിരിക്കെ പ്രവാചകൻ കൊടുത്തൊരു ഉപദേശമുണ്ട്. യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ ഏതാനും വാചകങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹ് നിന്നെയും സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജ്ദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ നിന്റെ മുമ്പിൽ കണ്ടെത്താൻ നിനക്ക് കഴിയും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക്. വൈദൻ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്ക്. അടിസ്ഥാന വിശ്വാസമാണ് ശരിക്കും കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ വിശ്വാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറയണത് എന്താ അറിയോ, നമ്മളെ മദ്രസ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. എന്ത് തിരക്കുണ്ടെങ്കിലും മദ്രസ വിദ്യാഭ്യാസം ആ പ്രായത്തിൽ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ, അതെന്താ, 8ാം ക്ലാസ്സിൽ മുതലുള്ള കുട്ടികൾക്ക് ഡിഗ്രി വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണത്. നമ്മൾ നടത്തുന്ന ക്ലാസ്സാണ്. അഥവാ തുടർ മതപഠന പദ്ധതി. ആ പ്രായത്തിലുള്ള കുട്ടികൾ, അതാണ് CRE എന്നുള്ള പേര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കണം. അത് കഴിഞ്ഞ കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്കുള്ളതാണ് നമ്മൾ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, QHLS എന്ന് പറയുന്നത്. അത് ആഴ്ചയിൽ നമ്മൾ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ദാറുൽ ഖുർആനിൽ 100 കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്ത് നടക്കുന്നുണ്ട്. നമ്മൾ എത്ര ആളുകൾ വരാറുണ്ട്, കുടുംബസമേതം പങ്കെടുക്കാറുണ്ട്, ചിന്തിക്കണം. ഇതുപോലെ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക്, അറബിക് കോളേജ് വിദ്യാർത്ഥികൾക്ക്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രത്യേകം അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് പ്രത്യേകം പ്രോഗ്രാം ഉണ്ട്. പക്ഷെ നമ്മളെ മക്കൾ അവിടെ എത്താറുണ്ടോ? നമ്മളെ കുട്ടികള് അവൻ പഠിക്കുകയാണ്, അവൻ ട്യൂഷന് പോവുകയാണ്, അവൻ ഇതൊന്നും വേണ്ട. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ അതിന് പോകും, ഈ സമാന്തര ലോകത്ത് വിഹരിക്കും. അവസാനം പഠനം കഴിഞ്ഞ് വരുമ്പോൾ വാപ്പിയും വേണ്ടിയില്ല, അമ്മയും വേണ്ടിയില്ല, നാടും വേണ്ടിയില്ല. അതുകൊണ്ട് നല്ലോണം കരുതണം. ഈ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾ മാത്രമല്ല, അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചില കാര്യങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെയുള്ള ഒരു സമാന്തര ലോകമുണ്ട് എന്ന ഒരു ബോധം അധ്യാപകർക്ക് ഉണ്ടാവുക എന്നതാണ്. അതറിഞ്ഞുകൊണ്ട് കുട്ടികളോട് ഇടപെടാൻ കഴിയുക എന്നതാണ്. മറ്റൊന്ന്, ഒരു ഡിജിറ്റൽ സാക്ഷരത ശരിയായ രീതിയിൽ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല, ക്ലാസ് റൂമിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കണം. ആ ഭാഷയിൽ നിന്ന് തന്നെ അവരെവിടെ എത്തിയെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് രക്ഷിതാക്കളോട് നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഇപ്പോ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നുമൊക്കെ വളരെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കണ്ട് സ്കൂളിന്റെ പരിസരത്തേക്ക് ഗിഫ്റ്റുമായി ആൾക്കാർ വരിക, ചെറുപ്പക്കാർ വരിക, ഗിഫ്റ്റുമായിട്ട് വരിക. എങ്ങനെ, ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പരിചയപ്പെട്ട് ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ തെരഞ്ഞ് ചെന്നൈയിൽ നിന്ന് വരിക, തിരുവനന്തപുരത്ത് നിന്ന് വരിക, പാലക്കാട്ട് നിന്ന് വരിക, എന്നിട്ട് നാട്ടിൽ വന്ന് അത് ഗിഫ്റ്റ് കൊടുത്തു പോകും. പരിപാടിയാണ്, പുതിയ പരിപാടിയുണ്ട്. അപ്പൊ ആ കുട്ടികളെ ബന്ധങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ഇതൊക്കെ അധ്യാപകർക്ക് ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം അത്രമേൽ കളവ് പറഞ്ഞുകൊണ്ട് കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പറ്റിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഈ സമാന്തര ലോകത്തെ പറ്റി അധ്യാപകർ ബോധവാന്മാരാകുന്നത്. അതേപോലെ തന്നെ ഭരണകൂടത്തിന് ഇത് ചെയ്യാനുണ്ട്. ഇതിന്റെ ഉള്ളടക്കമുള്ള പാറ്റേണുകൾ മുൻകൂട്ടി വിശകലനം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. പ്രശ്നം സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ച് 8-10 കൊല്ലം കാണേണ്ടവരൊക്കെ കണ്ട് അവരെത്രയോ വർഷം പ്രായമായി
സംഭവിച്ചിട്ടല്ല അതിന്റെ പിന്നാലെ വരേണ്ടത്. അതിന് മുമ്പ് തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനം വേണം. മീഡിയ വ്ളോഗിങ്ങിനും അതുപോലെ തന്നെ സ്ട്രീമിങ്ങിനും ഒക്കെ UAE പോലുള്ള രാജ്യങ്ങൾ വരുത്തിയ ലൈസൻസിങ് സമ്പ്രദായം നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അൽഗോരിതം കമ്പനികൾക്ക് മേൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ വിഷയത്തിൽ ഇതുപോലെയുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്നാൽ കനത്ത പിഴ ഈടാക്കുന്ന അവസ്ഥയിലേക്ക് അധികാരികൾക്ക് വരാൻ സാധിക്കേണ്ടതുണ്ട്. നടപടികളിൽ ഒരിക്കലും താമസമില്ലാതെ വേഗത്തിൽ ഇത്തരം വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഒരു യൂട്യൂബ് ചാനൽ പൂട്ടിയ അതേ ആൾക്കാർക്ക് തന്നെ വേറൊരു ഐഡിയ വന്നുകൊണ്ട് വേറൊന്നും തുടങ്ങാൻ പറ്റും. പക്ഷെ അത് ഒരു പ്രശ്നത്തിൽപ്പെട്ട ആൾക്ക് പിന്നെ തുടങ്ങാൻ പറ്റരുത്. ഈ രീതിയിലേക്കുള്ള കൃത്യമായ പഴുതടച്ച രീതിയിലേക്ക് വരേണ്ടതുണ്ട്. മാധ്യമങ്ങളും തന്നെ ഇത്തരം വിഷയങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കണം. ഈ മാധ്യമങ്ങളാണ് എന്താ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് അവന്റെ ഇഷ്ടമല്ലേ, അയാൾ ചെയ്തോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതിരുന്നാൽ പോരെ. ഇത് കോട്ടിട്ട മനുഷ്യന്മാർ വന്നുകൊണ്ട് രാത്രി ഇതിനു വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവരും തന്നെ ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. റേറ്റിംഗിന് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് ചാനലുകൾ പുറകോട്ട് പോകേണ്ടതുണ്ട്. ഇതിന്റെ അപകടം തുറന്നു കാട്ടാൻ പത്രങ്ങളും മീഡിയകളും ചാനലുകളും മുന്നിൽ വരികയാണ് വേണ്ടത്. അല്ലാതെ ഇത് വിറ്റ് കാശാക്കുന്ന രീതി അല്ല ഒരിക്കലും അവർ വേണ്ടത്. അതുപോലെ തന്നെ പൊതുസമൂഹം ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. കച്ചവട താല്പര്യത്തിന് ധാർമ്മികതയെ കുരുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഈ ചെറുപ്പക്കാരനെ ഇവിടെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ആയി കൊണ്ടുവന്നത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. എന്താണ് ഇതിന്റെ മനഃശാസ്ത്രം? ഇവനെ കൊണ്ടുവന്നാൽ അതുപോലുള്ള കുട്ടികൾ ശ്രദ്ധിക്കും, കച്ചവടം കിട്ടും എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കണ്ടുന്നൊരു വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്നത്. ഞാൻ കച്ചവടക്കാരോടാ പറയുന്നത്, ഈമാനുള്ള കച്ചവടക്കാരോടാ. നമ്മുടെ ആഭ്യന്തരമന്ത്രി എടുത്തു പറയുണ്ടായി, ഞാൻ ആദ്യം ഒരു അച്ഛനാണ്, രണ്ടാമതാണ് ഞാൻ ആഭ്യന്തരമന്ത്രി. അത് വലിയൊരു വാക്കാണ്. നമുക്ക് കാശെന്തിനാ? നമുക്ക് എന്തിനാ വരുമാനം? നമ്മൾ കാശുണ്ടാക്കണം എന്തിനാ? വൈകുന്നേരം ബാങ്ക് ബാലൻസ് നോക്കി വീട്ടിലേക്ക് പോകണത് എന്തിനാ? ഇതേ പ്രായത്തിലുള്ള കുട്ടികളെ നമുക്കില്ല വീട്ടിൽ, അവർക്ക് തിന്നാൻ കൊടുക്കാനല്ലേ, അവരെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ. ഞാൻ ഉറപ്പിച്ചോളി, നാട്ടുകാരെ കുട്ടികൾ എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കണ കാശ് അവനാന്റെ കുട്ടികൾക്കും പ്രയോജനപ്പെടും. ആദ്യം നമ്മളൊരു ബിസിനസ്സുകാരനല്ല ആകേണ്ടത്, ആദ്യം ഒരു വാപ്പയാണ്, ആ ഒരു രക്ഷിതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുത്തം വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റൂല, വേറെ എന്തും ഞാൻ ഒഴിവായിക്കോളാം, വ്യഭിചാരം ഞാൻ ഒഴിവാക്കൂല. അപ്പൊ റസൂലുള്ളാഹി അവനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ നിനക്ക് ഉമ്മല്ലേ എന്ന് ചോദിച്ചു. ആ ഉമ്മ ഉണ്ട്. നിനക്ക് പെങ്ങളില്ലേ എന്ന് ചോദിച്ചു. ആ പെങ്ങളുണ്ട്. എന്നാൽ നീ വ്യഭിചരിക്കുന്ന ആളുണ്ടല്ലോ, അത് മറ്റൊരുത്തന്റെ ഉമ്മയായിരിക്കാം, അത് വേറൊരാളുടെ പെങ്ങളായിരിക്കാം. ഇത് പറഞ്ഞപ്പോൾ ആയക്കും മനസ്സിൽ മാറ്റമുണ്ട്. അതേപോലെ ഈ പൈസ കിട്ടാൻ വേണ്ടി MDMA-യും അതുപോലെ ലഹരി സാധനങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നുകാണ്ട് സംവിധാനം നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ വേറുള്ള കുട്ടികൾ കേടരുന്നുള്ളത് മാത്രമല്ല, അത് ആ സമൂഹത്തിലാണ് നമ്മളെ കുട്ടികളും വളരുന്നത് നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് പടച്ചോന്റെ ഒരു തൗഫീഖ് ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന പൈസ. എന്തിനാ അതിന്റെ ആവശ്യം? അപ്പൊ പൊതുസമൂഹവും എന്ത് ചെയ്യണം? ഒരിക്കലും കച്ചവട താല്പര്യത്തിന് ധാർമ്മികതയെ കുരുതി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായി. ഇവിടെ നമ്മളെ കുട്ടികളോട് ഉണ്ടാവും, +2 അതുപോലെ ഹൈസ്കൂളിലും ഒക്കെ പഠിക്കുന്ന UP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഹീറോകളെ നിശ്ചയിക്കുന്നത് ഒരിക്കലും അൽഗോരിതങ്ങളാകരുത്. ഈ അൽഗോരിതത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ അടുത്ത അയാളുടെ വേറൊരു വീഡിയോ വരും. അങ്ങനെ ഈ അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ പിന്നാലെ നമ്മൾ പോകുന്നൊരു സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടാകരുതെന്ന് എനിക്ക് പറയാം. നമ്മളെ മോഡൽ ആരാ? നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മളെ മോഡൽ ആരാ? അത് റസൂലുള്ളാഹിയാണ്. നമ്മളെ മോഡൽ റസൂലുള്ളാഹിയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറ. നിശ്ചയമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. മക്കളോടാ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അത് ഉണ്ടാവില്ല. നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി ഇതിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മോഡൽ തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആർക്കേ റസൂലുള്ളാഹിനെ മോഡലാക്കാൻ പറ്റുള്ളൂ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹനെ കണ്ടുമുട്ടും, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കേ ആരെ ഇമാമാക്കാൻ പറ്റുള്ളൂ? പ്രവാചകൻ ഇമാമാക്കാൻ പറ്റുള്ളൂ, മോഡലാക്കാൻ പറ്റുള്ളൂ. വദക്കറല്ലാഹ കസീറ. അവർ ധാരാളമായി അള്ളാഹുവിനെ എന്ത് ചെയ്യും? സ്മരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റും. അല്ലാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും അവരുടെ ആരാധകന്മാർ, ഏതെങ്കിലും സിനിമാ നടനായിരിക്കും, ഏതെങ്കിലും സെലിബ്രിറ്റി ആയിരിക്കും, ഏതെങ്കിലും ഇതുപോലെയുള്ള യൂട്യൂബർമാർ, തലതെറിച്ച യൂട്യൂബർമാരായിരിക്കും. അവരെങ്ങനെ മുടി വെട്ടി അങ്ങനെ വെട്ടുക?
അവര് കയ്യമ പച്ച കുത്തിക്കണെങ്കിൽ പച്ച കുത്തുക. അവരാരെയാണോ ഇമാമാക്കിക്കണത് അവരെ ഇമാമാക്കുക. അവരേത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സ് ഇടുക. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് നമ്മൾ പറയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ പറയാം. നിങ്ങളുടെ ജീവിതത്തിലൂടെ വേറെ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് മക്കളെ, എവിടെയോ എത്തിയിട്ടുണ്ട് നമ്മൾ, എവിടെയോ എത്തിയിട്ടുണ്ട്. വേഗം മടങ്ങിക്കോളി, വേഗം തിരിച്ചു മടങ്ങി. കാരണം ദുനിയാവുന്നതിന് ഇതൊക്കെ അനുഭവിക്കും. ഇങ്ങനെ പോയാൽ ദുനിയാവുന്നത് അനുഭവിക്കും. നിങ്ങൾക്ക് മക്കളുണ്ടാവില്ലേ? നിങ്ങൾക്കും കുട്ടികളുണ്ടാവും. അപ്പൊ അറിയാം അതിന്റെ വിഷമം എത്രയെന്നുള്ളത്. മാത്രമല്ല പരലോകത്ത് പറയും വേണ്ടി വരും. അതുകൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും എതിരെ നിൽക്കരുത്. ഇത്തരം തലതെറിച്ച ആൾക്കാരെ അല്ല നമ്മൾ ഇമാമാക്കേണ്ടത്, അള്ളാഹിന്റെ റസൂലിനെയാണ്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.